Hi, welcome to our next topic. Next topic we explain about the value formatting. Our inputting value can be formatted into comma formatting, currency formatting. It will be a date. It can be converted into different form of date. We can calculate a percentage. Percentages I have added in this value. Okay, these are explained in this topic. ഇതിവിടെ നമ്മൾ മാർക്ക് ലിസ്റ്റാണ്. നമ്മൾ മാർക്ക് ഷീറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കോളം ഉണ്ട്. നെക്സ്റ്റ് കോളത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തു പെർസെൻറ്റേജ് ഇൻപുട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സെല്ലിൽ നമുക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു 569 എന്നുള്ളത് 600 മാർക്ക്. അങ്ങനെ 600 എത്ര എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ 600 കൊടുത്തു. ഓക്കെ, എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ വന്നു. എൻട്രി ചെയ്തു. അപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസിൽ നമുക്കിവിടെ റിസൾട്ട് കിട്ടി. നമ്പർ 19. അപ്പോൾ ഇത് നമ്മൾ ആ വാല്യൂ 100 എത്രന്നേ കൊടുത്തോളൂ. ഇതിനെ ഞാൻ പെർസെൻറ്റേജ് ഫോർമാറ്റാക്കി 95 എന്ന് കിട്ടി. ഞാൻ ആ വാല്യൂവിനെ നെക്സ്റ്റ് പാർട്ടീസിനുകൂടി നെക്സ്റ്റ് സ്റ്റുഡൻസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് കോപ്പി ചെയ്തു. അപ്പം നമുക്ക് എല്ലാവർക്കും പെർസെൻറ്റേജ് കിട്ടി. ഇത് റൗണ്ടഡ് പെർസെൻറ്റേജ് ആണ്. നമ്മൾ ഇതിന് ഡെസിമൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെസിമൽ പ്ലേസ് കൂടെ കൊടുക്കുമ്പോൾ റൗണ്ട് അപ്പ് മാറി. 95 എന്നുള്ളത് 94.83% എന്നാക്കി. ഇവിടെ ഞാൻ ജസ്റ്റ് ഡിഫറൻറ്റ് എണ്ണം കാണിക്കുക. ഈസ് ഈക്വൽ ടു ദി സെല്ലെ ഡിവൈഡ് ബൈ 600. ദാറ്റ് മീൻസ് 600 569 എങ്കിൽ 100ന് എത്ര? ഇങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് 94.83 ഇങ്ങനെ കിട്ടി. ഇത്രയും ഡെസിമൽ പ്ലേസ് വരും. അപ്പം നമുക്കത് വേണ്ടെങ്കിൽ അത് കുറച്ച് കൊടുത്താൽ ഞാനിതിനെ കോപ്പി ചെയ്തപ്പോൾ എല്ലാവർക്കും ആയി. ഡെസിമൽ പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൊടുക്കാം. ഇവിടെ കുറച്ച് കൊടുക്കാനും കൂട്ടി കൊടുക്കാനും ഇവിടെ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി പെർസെൻറ്റേജ് സൈൻ കൊടുക്കുവാണെങ്കിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്തത് കൊണ്ട് നമുക്ക് എത്തത് Ctrl+Z ഫോർമാറ്റായി പോയി. നമ്മൾ പെർസെൻറ്റേജ് സൈൻ കൊടുക്കുമ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് പെർസെൻറ്റേജ് സൈൻ കൊടുത്തപ്പം 4 ഡിജിറ്റ് വന്നാണ്ടോ? അപ്പോൾ ആ 100ൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. പെർസെൻറ്റേജ് സൈൻ കൊടുക്കാത്തപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുക. ഞാൻ 100 അങ്ങ് കളഞ്ഞു. അപ്പം നോക്കിയേ 95% എന്ന് വന്നു. ഉണ്ടാ, ഇനി അതിനെ അങ്ങോട്ട് കോപ്പി ചെയ്ത് നോക്കാം. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ കണ്ടോ കറക്റ്റ് കിട്ടി. അപ്പോൾ 100ൻ്റെ ആവശ്യം പെർസെൻറ്റേജ് ചെയ്യുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ് എടുക്കുന്നതിന് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഡെസിമൽ പ്ലേസ് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾക്കൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം ബ്ലാങ്ക് സെല്ല് എന്ത് ചെയ്ത് വെക്കാം? പെർസെൻറ്റേജ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. എൻ്റർ ചെയ്തേ പെർസെൻറ്റേജ് സൈൻ കിട്ടുന്നുണ്ടോ? അത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെർസെൻറ്റേജ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫസ്റ്റിൽ അങ്ങ് പെർസെൻറ്റേജ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് പെർസെൻറ്റേജ് സെല്ലായിട്ടായിരിക്കും അത് കിടക്കുക. അടുത്ത നമുക്ക് സാലറി ഷീറ്റ് എടുത്തിട്ട് പെർസെൻറ്റേജ് ഫോർമാറ്റ് മനസ്സിലായല്ലോ കണ്ടുപിടിക്കുന്നത്. സാലറി സെല്ല് എടുത്തിട്ട് നമുക്കിതിനെ ഫോർമാറ്റ് വാല്യൂ ഫോർമാറ്റ് നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇതിനെ നമ്മൾ കറൻസി ഫോർമാറ്റ് ആക്കുമെങ്കിൽ ഓൾറെഡി എന്തായിരിക്കും? ഞാൻ ഇത്രയും ബേസിക് സാലറി സെലക്ട് ചെയ്തു, വാല്യൂസാണ് സെലക്ട് ചെയ്തത്. ആ സെലക്ഷൻ ഏരിയ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഫോർമാറ്റ് സെല്ലെടുക്കാം. അതിന് കറൻസി സിമ്പിൾസ് എടുത്തു കൊടുത്ത ഓട്ടോമാറ്റിക് കറൻസി നമുക്ക് റുപ്പി കറൻസിയാണ്. അത് കഴിഞ്ഞ് കോമ സൈനും ഡെസിമൽ പ്ലേസും ഓൾറെഡി അവിടെയുണ്ട്. നമുക്ക് എന്ത് വേണം? സിമ്പിൾ എന്നുള്ളതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ മോർ സിമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യുക. ഏത് കൺട്രീസിൻ്റെ ആണ്? ലാറ്റിനസ് അറേബ്യയാണോ? ഏതാണോ? നമുക്ക് കറൻസിയാണോ ഡോളറാണോ? നമുക്ക് അവിടുന്ന് ഏത് കറൻസിയും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഇന്ത്യൻ കറൻസിയാണ് കൊടുത്തത്. ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കറൻസി സിമ്പിൾസ് ഇട്ട് കിട്ടും. കണ്ടോ? അത് നമ്മൾ കറൻസി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കോമ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കറൻസി ഫോർമാറ്റിൽ കോമയും 2 ഡെസിമൽ പ്ലേസും ഓട്ടോമാറ്റിക് ഇൻക്ലൂഡഡ് ആണ്. കണ്ടോ? ഇനി നമുക്ക് കറൻസി വേണ്ട, കോമ ഫോർമാറ്റ് വേണമെന്ന് വെച്ചാൽ ഈ വാല്യൂയിൽ എനിക്ക് കോമ ഫോർമാറ്റ് വേണം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് കോമ ഫോർമാറ്റ് കൊടുക്കാം. ഉണ്ടോ കോമ വന്നത്? ഡെസിമൽ പ്ലേസ് നമുക്ക് അവിടെ വേണ്ട. അപ്പം നിങ്ങളതൊക്കെ കുറച്ച് കൊടുക്കും. പോയുണ്ടോ? അല്ലെങ്കിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ ആ ഡെസിമൽ പ്ലേസ് അവിടെ വരും. ഡെസിമൽ കൂട്ടിയോ കുറയ്ക്കുകയോ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ കോമ ഫോർമാറ്റ് മാത്രമായിട്ട് ചെയ്തു.
കറൻസി ഇൻക്ലൂഡഡ് കോമയും 2 ഡെസിമലുമാണ്. ഇത് നമ്മൾ മനസ്സിലായല്ലോ, കോമയും കറൻസിയും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഏതെങ്കിലും സെല്ല് ഫോർമാറ്റ് ചെയ്യണേ, നമുക്ക് വാല്യൂ ആവാം, ഡേറ്റ് ആവാം, നമ്പർ ഓഫ് ഫോർമാറ്റ് സിസ്റ്റം ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജനറൽ ഫോർമാറ്റ് ആക്കാം, നമ്പർ ഫോർമാറ്റ് ആക്കാം, നമ്പർ അല്ല ടെക്സ്റ്റായിട്ട് കിടക്കുമ്പോൾ തിരിച്ച് നമ്പർ ആക്കാനായിട്ട് നമ്പർ ഫോർമാറ്റ് ആക്കാം. കറൻസി, അക്കൗണ്ടിങ് ഫോർമാറ്റ് ഉണ്ട്, ഡേറ്റ് ഫോർമാറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക് ഫോർമാറ്റ്. പിന്നെ നമുക്കൊരു മാറ്റർ വാല്യൂ അടിച്ചത് ടെസ്റ്റ് ഫോർമാറ്റ് ആക്കണം, കാൽക്കുലേഷൻ ഉള്ളതല്ലെങ്കിൽ അത് ടെസ്റ്റ് ഫോർമാറ്റ് ആക്കാം. പിന്നെ സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടുന്നത് കസ്റ്റംസിനകത്ത് സ്പെഷ്യലും ചെയ്തെടുക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. ബാക്കി അലൈൻമെൻറ്റിൻ്റെയാണ്. ഇത് നമ്പർ ഫോർമാറ്റാണ്, അലൈൻമെൻറ്റ് ഫോർമാറ്റ് ഉണ്ട്, ഫോണ്ട് ഫോർമാറ്റ് ഉണ്ട്, ബോർഡറിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ഫില്ലുണ്ട്, സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് നമുക്ക് സെൽഫ് ഫോർമാറ്റിനകത്ത് കിട്ടും. ജസ്റ്റ് നമ്മളിവിടെ വാല്യൂൻ്റെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മളൊരു ഡേറ്റ് ഫോർമാറ്റ് പഠിക്കാനായിട്ട് ഞാനൊരു ബ്ലാങ്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് ഇവിടുന്ന് ഒരു ഷീറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂ ഷീറ്റ് കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു ഷീറ്റ് കൂടി വേണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ഷീറ്റ് 1 എന്ന് കിട്ടി. നമുക്കതിനെ റീനെയിം ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനൊരു ഡേറ്റ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതിനെ അറിയാനായിട്ട് 2 ഡേറ്റ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയ് 1 മുതൽ നമുക്ക് ഈ സെല്ലിനകത്ത് ഡേറ്റ് കിട്ടണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്താൽ മതി. നമ്മൾ പഠിച്ചു, കോപ്പി ചെയ്ത് കൊടുത്താൽ മെയിലെ കണ്ടിന്യൂസ് ഡേറ്റ്, ഇപ്പോൾ ഞാൻ 15 മെയ് വരെയുള്ളത് ഫില്ല് ചെയ്തു. ഈ ഡേറ്റ് ഫോർമാറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ല് എടുക്കുക, സെലക്ട് ചെയ്യുക. ഡേറ്റ് ഫോർമാറ്റ് ചെയ്ത് DD വേണോ, YY വേണോ, ഇവിടെ YYY DD കിടക്കുകയാണ് കേട്ടോ. ഈ ഫോർമാറ്റിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുകയോ ഓക്കെ കൊടുക്കുകയോ ചെയ്താൽ ഈ ഫോർമാറ്റിലായി. അപ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെൽ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റ് സെല്ലിനകത്ത് നിന്ന് നമുക്ക് അപ്പോൾ ഇതേ ഫുള്ള് 14 മാർച്ച് 2025 എന്ന് വേണം കണ്ടോ വന്നത്. അപ്പോൾ ഇവിടെ മെയ് ആയതുകൊണ്ട് മെയ്യിൽ വന്നു. ജൂൺ നമുക്ക് എടുത്ത് ഫില്ല് ചെയ്ത് നോക്കാം. ജൂൺ ഫില്ല് ചെയ്തു. ഞാൻ ഇത്രയും ഡേറ്റ് ഫില്ല് ചെയ്തു. ഇതിന് ഏത് ഫോർമാറ്റ് വേണോ നിങ്ങൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ലിനകത്ത് വരിക, ഡേറ്റ് എടുക്കുക. ഡേറ്റിൻ്റെ ഡിസേബിൾ ആയിട്ടുള്ള നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് ഈ സ്പിന്നർ ബട്ടനകത്തുണ്ട്. ഈ സ്ക്രോൾ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങൾക്ക് കൂടുതൽ ഫോർമാറ്റുകൾ കിട്ടും. ഇതിനകത്തത് നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് ഏതാണോ അത് നമുക്ക് എടുക്കാം. മനസ്സിലായോ? അത് എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിട്ടും. അപ്പോൾ ഡേറ്റ് ഫോർമാറ്റ് ചെയ്യാം, പെർസെൻറ്റേജ് ഫോർമാറ്റ് ചെയ്യാം, കറൻസി ഫോർമാറ്റ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ആ രീതി നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ചെയ്തൊരു ഫോർമാറ്റ് വേണ്ടെങ്കിൽ CTRL Z കൊടുത്താൽ മതി. ലാസ്റ്റ് ഫങ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. CTRL Z റിപ്പീറ്റ് ചെയ്യാൻ CTRL-Y നമ്മൾ നേരത്തെ പഠിച്ചാണ് അണ്ടു. അപ്പോൾ ഇതുപോലെ ഫോർമാറ്റിന് നിങ്ങൾ അണ്ടു ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ഫോർമാറ്റ് കണ്ടു. സെലക്ട് ഡേറ്റ് അടിക്കുന്നതിന് മുമ്പ് ബ്ലാങ്ക് ഏരിയയാണ് ഇത് സെലക്ട് ചെയ്യുക. ഏത് ഫോർമാറ്റ് വേണമെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് സാധാ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡേറ്റ് ഇൻപുട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ബായ്. നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകാൻ നമുക്ക് ഫിൽറ്ററും മറ്റ് അറേഞ്ച്മെൻറ്റുകളും ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു, ബൈ.